അപ്പൊ ഇതിനെ ഇനി അങ്ങോട്ട് ഒഴിവാക്കണം. ഇതിന്റെ തല വെട്ടു പോണം എനിക്ക് അത് കഴിഞ്ഞിട്ട്. ജാപ്പനീസ് കാട്ടൻ ആണ് ആ ട്രെയിൻ. നമ്മൾ പറഞ്ഞ ട്രെയിൻ, ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ട ട്രെയിനിൽ ഇപ്പൊ നമ്മൾ ഇവിടെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ബിങ്കോ തിന്നോട് നടക്കുക ചീക്കോ. ഇവിടെ വീഡിയോ എടുക്കുന്ന പാട്ട് പോകുന്ന ഞാൻ മേക്കുന്നത്. പിന്നെ ഇത് സിമ്പിൾ കാരണം നോക്ക് കളിക്കുന്നിപ്പോ ഒന്നും നോക്കിയില്ല. ഞങ്ങളൊരു വിന്റേജ് കാർ ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങി. മഹാഭാരതം സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു പ്രിയത ഓടി വരുന്നു. ബാഹുബലി ബിരിയാണി അടിക്കാൻ പോവാണ്. 2 ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ല ക്വാണ്ടിറ്റിയിലാണ്. ബുദ്ധന്റെ തലയുണ്ട്, ബുദ്ധിയില്ലാത്ത പ്രിയുണ്ട്. ഈ ഒരു മുട്ട പൊങ്ങി തന്നാലും നമുക്ക് മേലേക്കോ ഒട്ടും ചെയ്തോ. ഇതാ അമ്പ് ചെയ്ത മിഷൻ ഭയങ്കര. അങ്ങനെ ഇതാ പ്രിയനവിടെ കെട്ടിയിട്ടുണ്ട്. ഇതാ അങ്ങനെ 2 ആള് ജയിലിലുള്ളിലായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇത് പൂട്ടിയിട്ട് നേരെ വടകരയ്ക്കുള്ള ബസ്സിലാണ് മുന്നിൽ ചുറ്റാൻ പോകുന്നത്. അടിപൊളി ബസ് ആയിരിക്കും. ഗൈസ്, ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് എന്താണ് മനസ്സിലാവും വരാ? എന്താ പറയാ? റാമോജി ഫിലിം സിറ്റി. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് റാമോജി ഫിലിം സിറ്റിയിലാണ്. ഫിലിം സിറ്റിന്റെ അടുത്ത് വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു ദിവസം കൊണ്ട് കാണാൻ വരുന്ന മാക്സിമം സാധനങ്ങൾ നമുക്ക് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ആയിട്ട് വരും. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടുത്തെ ക്യൂ അപ്ങ്ങേ സൈഡിൽ നിന്ന് ഈ സൈഡ് വരുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് ഇന്നലെ രാത്രി തന്നെ എടുത്തതിനെ കൊണ്ട് നമുക്ക് ആ തിരക്ക് കുറച്ച് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വലിയ കാര്യത്തിൽ ഈ പാസ് ഒക്കെ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മളിന്ന് അടിച്ചോടിക്കോ എന്നറിയില്ല. ഗ്യാസ് എല്ലാവരും ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതാ ഫ്രീ ഒരു ടിക്കറ്റ്, 3 ടിക്കറ്റ്, 2 എൻട്രിയാണ്. ലേഡീസ് എൻട്രി എപ്പോഴുണ്ട്, ജെൻസ് എൻട്രി എപ്പോഴുണ്ട്. ഫ്രീ ഓടിച്ചോ. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിയുന്നുണ്ട്. പ്രിയനെ ബാഗിൽ എന്തെല്ലാം ഉള്ളതെന്നെല്ലാം നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻട്രി ഉള്ളൂ. യെസ്, സ്റ്റിക്കർ അവിടെ. ഓക്കെ, പ്രിയന്റെ സ്റ്റിക്കർ. ഓറഞ്ച് കളർ ചെയ്തിട്ട് ഓരോരുത്തർ കയറാൻ പോവാണ്. എൻട്രി എടുത്തിട്ട് അകത്ത് കയറിയ ഉടനെ നമുക്ക് ഇതാ ബസ് ഇവിടെ വെയിറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ഈ ബസ്സിൽ നമ്മൾ കയറിയിരിക്കുക. എല്ലാം ഫുൾ ഫ്രീ ആണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന പോക്കുകളൊക്കെ. അങ്ങനെ ഇതാ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. നമ്മളൊരു സീറ്റൊക്കെ ഒപ്പിച്ച് ആദ്യം ഒറ്റയ്ക്കായിരുന്നു. പിന്നെ നമ്മൾ സെറ്റ് ആയിട്ടിരുന്നുണ്ട്. അതെ അതെ, നല്ല ആംഗിൾ മാറിയിരുന്നില്ല. അന്ന് 10-12 കൊല്ലം മുന്നേ, 11 കൊല്ലം മുന്നേ അല്ലേ പ്രിയ? ഇതാ ഈ സ്ഥലത്ത് വെച്ചിട്ട് ചീക്കൂനെ എവിടെ മിസ്സേ. ഞങ്ങൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിൽക്കലോ, ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഓരോരുത്തരുടെ കയ്യിലുണ്ട് ചീക്കൂന്ന് ചോദിച്ചു. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ നടന്ന് നീങ്ങിയപ്പോഴാണ് ചീക്കൂടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ ചീക്ക് മിസ്സിംഗ് അല്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ നോക്കി. അപ്പൊ തന്നെ 30ന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞേക്കും. 1 വയസ്സുണ്ടാവും ചീക്കുവിന് അന്ന്. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ നേരത്തെ എത്തുന്നത് അല്ലേ? ഒരു ഓപ്പണിംഗ് സെറമണി കാണാൻ പറ്റിയതിനെ കൊണ്ട് തന്നെ. റാമോജി ഫിലിം സിറ്റി എവിടെ നിന്നാണ് ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത് ബാഹുബലിന്റെ സെറ്റ് തന്നെ ഓപ്പൺ ചെയ്യുന്നത്. ഇതിന്റെ കവാടം തുറക്കും. പിന്നെ എല്ലാരും ഓട്ടയ്ക്കുള്ള കൂടെ ഇതാണ് സാധനം. ഈ 2 ഗേറ്റ് അപ്പൊ തുറക്കാൻ പോകുന്നതെന്നാണ് എന്റെ അറിവ്. തുറക്കാൻ നോക്കാം. ഇവിടെ ഓപ്പൺ ആകാൻ പോവാണ്. എല്ലാ ഡോറുകൾ 2 തുറക്കുന്നുണ്ട്. ഇവിടെ 2 കാവൽ പടയാളികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു വെൽക്കം ഡാൻസ് ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതോടുകൂടിയിട്ട് നമ്മളെ ഉള്ളോട്ടേക്ക് എൻട്രി വരുന്നത്. ഡോറൊക്കെ തുറന്നു കഴിഞ്ഞ ശേഷം അങ്ങനെ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള പുറപ്പാടാണ്. ഒരു കൂട്ടം ജനം ഞങ്ങളെ വേഗത്തുണ്ട് അല്ലേ പ്രിയ? ഫ്രണ്ടിൽ തന്നെ നമ്മളുള്ള, അതുകൊണ്ട് നേരത്തെ എത്തിയോണ്ട് ചില്ലറക്കാരല്ലേ ഇഷ്ടം പോലെ ആളാ. ഫുള്ള് ഫസ്റ്റ് തന്നെ സിംഹാസനത്തിലോട്ട് പ്രിയ കയറിയാണ്. വെള്ളക്കുപ്പിയൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നേരാ മകിഴ്മതിയുടെ രാജ്ഞിയെ കയ്യത്തൂരാക്കി ശരിക്കും നമ്മളിതാ കയറി വന്ന പാടുന്നതാ. ഇനി ഇവിടെ നിന്ന് വേണം നമ്മൾ ശരിക്കും ചിന്തിക്കാൻ എങ്ങോട്ട് പോകണം, എന്ത് പോകണം എന്നുള്ള ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെൽക്കം ഡാൻസ് വീണ്ടും അകത്ത് കയറിയപ്പോൾ അതിലും അടിപൊളിയായിട്ടുള്ള വെൽക്കം ഡാൻസുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു 4-5 ടൈപ്പ് ഡാൻസുകൾ. അതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ എങ്ങോട്ട് കറങ്ങി പോകണം എന്നുള്ള സത്യത്തിൽ തന്നെ തീരുമാനിച്ചു. ഫസ്റ്റ് നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് കയറാൻ പോകുന്നത്. സ്പേസ് യാത്ര എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ എന്ത് സ്പേസ് ആണ് പ്രിയ ഓടിപ്പോന്നുണ്ട് കാഴ്ച കാണാൻ വേണ്ടിട്ട്. ചീക്കോ ഓട്. അങ്ങനെ ഓടിക്കളിച്ചതാ ഞങ്ങൾ മുന്നിലെത്തിയപ്പോൾ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അതിൻ്റെതായ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും കണ്ടതിൽ വളരെ ഹാപ്പി. ഇരുന്നിട്ടുണ്ട്. എന്താ ഉണ്ടെന്ന് കാണാല്ലേ? സ്പേസ് ഫ്ലൈറ്റ് അഡ്വഞ്ചറിലേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഒരു 70-12 ആയിട്ടാണ് തോന്നുന്നത് സംഭവം. നമ്മുടെ സീറ്റിലിരുന്നിട്ട് കളിക്കുന്നത്. അങ്ങനെ ഒരു വിധം അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്പേസ് നമ്മൾ സാധാ കാണുന്ന ഹൈലൈറ്റ് മാളിൽ നിന്ന് കാണുന്ന അത്രയൊന്നും എഫക്റ്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഒരു മഴവെള്ളം പോലെ എന്തോ ചീറ്റ മാത്രമല്ല, വേറെ ഒന്നുമില്ല.
ആരും വലിയ കയറി കാണാൻ മാത്രം തണുപ്പ് കിട്ടി. ആ വേർപ്പെല്ലാം ചൂടല്ലെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നി കിട്ടി. ഗ്യാസ് നെക്സ്റ്റിൻ്റെ ഉള്ളിൽ കയറല്ലേ. ഇത് മൂവി മേക്കിംഗ് എന്തോന്നാ. അതെ, ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ എങ്ങനെയാണ് ഫിലിം മേക്ക് ചെയ്യുന്നത് കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. റാമോജി ഫിലിം സിറ്റിയുടെ ഫൗണ്ടറാണ് റാമോജി റാവു. അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചോട് കൂടിയിട്ടാണ് അവിടുത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഞങ്ങളൊരു വിൻറ്റേജ് കാർ ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങി. ഫ്രീ ഏത് പോലെ വണ്ടി? മുന്നൊരു ഹോൾ ഉണ്ടല്ലോ, തുരുമ്പ് പിടിച്ച കാറാണ് കഴിച്ച് നമുക്കിവിടെ കിട്ടിയത്. ഓഹോ, അടുത്ത വിൻറ്റേജ് കാറുണ്ട്. ഇതൊന്നും നിങ്ങൾ വാങ്ങിയതാ? അങ്ങനെ നമ്മുടെ ഫിലിം സിറ്റിന്റെ ഉള്ളിൽ പഴയ 2 വിന്റേജ് കാറ് കണ്ടിട്ടുണ്ട്. ഫ്രീ ചീക്കു വാങ്ങിയത്. ചീക്കുവിന് വേണമെന്ന് അറിയുന്നുണ്ട് വിന്റേജ്. നമുക്ക് നോക്കാം അല്ലേ, തരുമോന്ന്? രണ്ടിനെയും സെരിഞ്ഞിട്ട് ഒരേ ഞങ്ങൾ അങ്ങോട്ടാ നോക്കുക. വിന്റേജ് കാറുകളുടെ ഒരു അതീയമായ ചൂട് 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 ചൂടേ. അടുത്ത പ്രിയ കാർ ഓടിക്കാൻ പോവാണ് ഇവിടുന്ന്. ഈ കാറ് ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് ഓടിക്കല്ലേ പ്രിയയുടെ വീഡിയോ എടുക്കാനുള്ള ഉറപ്പാടിലാണ് സത്യത്തിൽ. കാറ് കണ്ടറിയാം ഏതായിരിക്കും പാട്ട് എന്നുള്ളത് എല്ലാവർക്കും ചിന്തിക്കാം. ഇവിടെ ഉള്ളൊരു റെസ്റ്റ് റൂമിൻ്റെ ഭംഗിയാണ് കാണുന്നത്, അതായത് ടോയ്ലറ്റ്. ചീക്കോ ടോയ്ലറ്റ് പോകുന്നുണ്ട്. റെസ്റ്റ് റൂമിൻ്റെ ഭംഗിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വലിയ എന്തോ ഒരു സ്ഥാപനം പോലെ ഉണ്ട് ഇവിടെ കാണുമ്പോൾ തന്നെ. നമ്മുടെ പോകുന്നത് ലൈറ്റ് ക്യാമറ ആക്ഷൻ ഇതിൻ്റെ ഉള്ളിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉള്ളതെന്ന് നോക്കാം. ഒരു ബ്ലൂ സ്ക്രീനിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന കുറച്ച് ബൊമ്മകളുടെയും രൂപങ്ങളുടെയും എല്ലാം സംഭവം വരുന്നതിൻ്റെ ഉള്ളിൽ. അത് ശരിക്കും മനുഷ്യന്മാരാണ് ഗൈസ്. അത് ലൈറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു എഫക്റ്റ് ഇട്ടിട്ടാണ് കാണിച്ചു തരുന്നത്. ഇപ്പൊ ഈ സാധനം കുഴപ്പമില്ല, കണ്ടിരിക്കാം കുറച്ച് നേരം അല്ലേ ചീക്കോ? അടിപൊളിയല്ലേ? ബസ്സിലേക്കുള്ള ക്യൂ ആണ് ഇനി. അങ്ങനെ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്ത് വരെ നല്ല കൂളിങ്ങിന് വേണ്ടിയിട്ട് മേലെ കണ്ട ഒരു പുകയിലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. വാട്ടർ പുക. നല്ല തണുപ്പുണ്ട്, അതിനെ കൊണ്ട് ചൂട് കുറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിയുന്ന ഫ്രണ്ട് കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ നമ്മളിതാ ബസ്സിൽ കയറിയിരിക്കുന്നുണ്ട്. ഞാൻ മുന്നിലിരുന്ന കൊണ്ട് പ്രിയയിലും ബാക്കിലാണുള്ളത്. അവിടെ ഇരിക്കുന്നുണ്ട് പ്രിയയും ചീക്കും ഇരിക്കുന്നുണ്ട് രണ്ടും. ഞാൻ മുന്നിൽ കിട്ടണിച്ചിട്ട് മുന്നോട്ട് വന്നിരുന്നു ഗൈസ്. ഞാൻ നമ്മളെ ബസ് നമ്മളെ വൃന്ദാവൻ ഗാർഡന്റെ കോപ്പിയാണത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പൊന്നിയൻ സെൽവനും എല്ലാം ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് എടുത്തത്. അതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ പാം സിറ്റി പോലെ ഉണ്ടാക്കിയതാണ്. ദുബായിലുള്ള പാം സിറ്റി പോലെ അടിപൊളിയായിട്ട് ഫുള്ള് പാമ്പ് വെച്ചിട്ട്. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, കരിഷ്മ ഗാർഡൻ എന്നിട്ട് ഗാർഡൻ ഉണ്ട്, ഫുള്ള് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള. ഇതെല്ലാം ഇവിടുന്ന് മുംബൈ പോലെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. മുംബൈയുടെ സിറ്റിയും റാം പാലസ് പോലെ മുംബൈ പോലെ ആക്കിയിട്ട് എടുക്കുന്ന സ്ഥലങ്ങൾ. ഒരു ഫുൾ സിറ്റി തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്, പഴയ നഗരങ്ങളും കാര്യങ്ങളൊക്കെ. അക്ഷയ് കുമാറിന്റെ സൂര്യവംശി മൂവിയൊക്കെ എടുത്തത് ഈ ഭാഗത്താണ് പറഞ്ഞത്. ശരിക്കും ഒറിജിനലാന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ് എല്ലാം ഗൈസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പുഷ്പ 2 അതുപോലെ തന്നെ KGF 1, 2 പാർട്ട് 2 ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ബസ്സിൽ നമ്മളെ കൂടെ ഒരു ഗൈഡ് വരും. ആ ഗൈഡ് നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നമുക്ക് കൊണ്ടുപോകും ഓരോ ബിൽഡിങ്ങിനെ കുറിച്ചിട്ടും. എന്തായാലേ നമ്മൾ കാണുമ്പോഴേക്കും ഇത്രയും ഡയറക്ട്ലെസ് ആയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാന്നുള്ളത്. ഇതെല്ലാം ഇവിടുന്ന് സെറ്റിട്ട് ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങളല്ലേ, അടിപൊളി. ലേഡീസ് സെൻട്രൽ ജയിലായിട്ട് യൂസ് ചെയ്ത സ്ഥലം പോലും. പഴയ STD ബൂത്തൊക്കെ ഉണ്ട് കേസോടെ. ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹോട്ടൽ എല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് പുഷ്പ സോങ് എടുത്ത സ്ഥലം. ഇത് ഏതെല്ലോ സിനിമകളിൽ കോടതിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. രാമോജി ഫിലിം സിറ്റി സെൻട്രൽ ജയിലിലോട്ടാണ് നമ്മളിനി പോകുന്നത്. ജയിലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. മിലിറ്ററിക്കാരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ജയിലിന്റെ രൂപം. ഇതാണ് ജയില്, കണ്ടോ? ജയില്. അവിടെ എല്ലാം ജയിൽ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തടവ് പള്ളി ഇരിക്കുന്ന ഇരിപ്പം നോക്കുക. ദൃശ്യം 2 ഒക്കെ ഇവിടെ പുഷ്പ 2 ഒക്കെ ഇവിടെ നടത്തിയെന്ന് പറയുന്നത്.
ജയിലർ മൂവിയിലും ഇതേ സ്ഥലം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ജയിലറിലൊക്കെ ഉള്ള ഭാഗത ജയിലറിന്റെ യൂണിറ്റും വണ്ടികളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും നമ്മളെ കയറ്റിയിട്ടില്ല. ഇവിടെ എല്ലാം ഷൂട്ടിങ്ങാണ്. ഈ ഫ്ലോറിന്റെ ഉള്ളിലാ പോലും പുഷ്പ 2 മൂവിത്തെ അമ്പലമൊക്കെ സെറ്റ് ചെയ്ത് വലിയൊരു സാധനം അതിന്റെ സീറ്റുള്ള ഫുൾ റൂം അതിൻ്റെ ഉള്ളിലാണ്. ഇതാണ് സാധനം. ഇത് മഹാഭാരതം സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ഹോളാണ്. അതിലെല്ലാം കണ്ട ഇതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഫുള്ള് കയറിലിങ്ങനെ കെട്ടിയിട്ട് അവിടെ എല്ലാം സെറ്റിങ്സ് എല്ലാം ചെയ്ത് വെച്ചു. ഇവിടെ എല്ലാം കണ്ട കയറ് അതിലിങ്ങനെ സെറ്റാക്കിയിട്ട് അതിങ്ങനെ മെല്ലെ സെറ്റ് ഇടുന്നതല്ലേ താന്നു വരാതിരിക്കാം. പക്ഷെ കാണുമ്പോൾ നല്ല ഒറിജിനാലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇവിടെ ട്രെയിൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാനായിട്ട് ഇവിടുത്തെ ഒരു രക്ഷയില്ല. അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. നെല്ലൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ. ഇപ്പോൾ ലാസ്റ്റ് ഷൂട്ടിങ്ങിന് യൂസ് ചെയ്ത് നെല്ലൂർ എന്നങ്ങനെ ആയിരിക്കും തോന്നുന്നു. വടകരയ്ക്ക് രണ്ട് ടിക്കറ്റ് എടുത്തോ. അയ്യോ, ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ക്ലോസ് ആയി കിടക്കുന്നുണ്ട് ഗൈസ്. ട്രെയിൻ ഒന്നും ഇല്ലല്ലേ. അപ്പൊ ഈ ട്രെയിൻ എന്തിനാ നിൽക്കുന്നോ? അങ്ങനെ ഗൈസ് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടില്ല. ട്രെയിനിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഏതെല്ലാം സിനിമ എന്ന് പറയാനല്ലേ, ഒരുപാട് സിനിമകളിൽ കാണുന്ന ഷാറൂഖ് ഖാൻ ദീപിക പടുക്കോളൊക്കെ ഓടി കയറി അതേ ട്രെയിന് അതേ സ്ഥലം ഞങ്ങളും കയറിയത്. അങ്ങനെ ചീക്കു ഇതാ ട്രെയിനിന്റെ ഉള്ളിൽ കയറിയിട്ട് നിന്ന് നോക്കുന്നുണ്ട്. സെക്കൻഡ് ക്ലാസ്സിൽ എവിടെയൊക്കെ പോകുന്നത്? ദുബായിൽ പോകാനാ കയറിയത് ട്രെയിനിൽ. അയ്യടാ. അങ്ങനെ പ്രിയ ചീക്കുനെ വിട പറയുകയാണ്. ട്രെയിനിൽ കയറ്റിയിട്ട് ലോങ് ജേണി ബൈ. ഗൈസ് ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തൊരു സ്ഥലത്താ ശ്രീകൃഷ്ണ സ്റ്റോറും. ഇവിടെ നിന്നെടുത്ത പടങ്ങള് ഫോട്ടോകളുണ്ട് ഗൈസ്. ആര്യ 2, സാഗര ഇലിയസ് ജാക്കി, വേറെ ഏതൊരു പടം ഇവിടുന്ന് പറിച്ചു പോയാരോ, വേറൊരു പടം അപ്പുറം. ഇതെല്ലാം ഇവിടെ നിർത്താം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ബാഹുബലി സെറ്റിലോട്ടാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിലേക്ക് കയറണം. ഇറങ്ങുന്നപ്പോഴാണ് ഗൈസ് നമ്മൾ കറക്റ്റ് ബാഹുബലിന്റെ സെറ്റിലോട്ട് എത്തിയിട്ടുള്ളത്. നമ്മളെ വണ്ടി, നമ്മൾ വന്ന വണ്ടി. ചീക്കു ഇങ്ങനെ ഇറങ്ങി വരുന്നത്. പ്രിയ അടിപൊളി ബസ്സില്ലേ. ഇങ്ങനത്തെ ബസ് നമുക്ക് വടകര ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു അല്ലേ? അങ്ങനെ തമന്ന ഇത് അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയൊന്നും പറയണ്ട. പ്രിയന്റെ ഇവിടെ ചെണ്ടടിക്കാൻ വേണ്ടി പോകുന്നു. ഡും 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 ഡും. അങ്ങനെ ഇതാ നമ്മളതിൻ്റെ ഉള്ളിൽ കയറുകയാണ് ഗൈസ്. ഇതാണ് കവാടം. വാ, കയറിയ പറഞ്ഞ 2 ആനയുണ്ട്. മ്യൂസിക് കൊണ്ട് നമുക്ക് ബാഹുബലി തന്നെ ഇവിടെ ഫുള്ള് സൗണ്ട് ഉള്ളു. ജോ എന്റെ ബാക്കിൽ കാണുന്നത് വലിയൊരാന. ഈ ആനയാണ് നമ്മള് ബാഹുബലിയിലെ ഷൂട്ടിനെടുത്ത ആനയുടെ ഒരു രൂപം മാത്രമാണ്. ഒറിജിനൽ അല്ല, രൂപം മാത്രം. അങ്ങനെ അടുത്ത വെടിവെപ്പിന് വാജിക്കൂ. ബാഹുബലിയിലെ വെടിവെപ്പ്. വെടി പോവും. ആഹാ, മേത്ത് പോകണ്ട. നമ്മളെ ബാഹുബലിയിലെ ഏറ്റവും അധികം ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിച്ചൊരു സാധനം. അതുകൊണ്ട് കയ്യിലും കിട്ടി ബാഹുബലിന്റെ വടിയും. ഇതാ നമ്മൾ ഈ വന്തിന്റെ മേലെ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ മകിഴ്മതിയുടെ ഭരണം ഇനി പ്രിയയുടെ കയ്യിൽ സ്വന്തം. പ്രിയയാണ് ഇനി ഈ 108 കുതിരകളെയും കൊണ്ട് ഭരിക്കാൻ പോകുന്നത് ഇവിടെ. ഇതാണ് ഗൈസ് നമ്മൾ ബാഹുബലി ഷൂട്ട് ചെയ്ത മെയിൻ സ്ഥലം. കവാടത്തിന്റെ ഉള്ളിൽ കയറിയ പാടില്ലേ. ഇങ്ങനെ ഇവിടെ നിന്നിട്ടില്ല, അവര് ആർഗ്യുമെന്റ്സ് ഒക്കെ നടത്തുന്നില്ലേ. കച്ചോറി ഇപ്പൊ എല്ലാം ആരാത് ദേവസേന എടുത്ത് ചീക്കു എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ പ്രിയനെ അവിടെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അനുഷ്കടുത്ത ജയിലിൽ ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ ജയിലിൻ്റെ ഉള്ളിലാണ് ഒന്ന് കൊണ്ടിട്ടത്. ആള് ജയിലിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇത് പൂട്ടിയിട്ട് നേരെ വടകരയ്ക്ക് പോവാണ്. ഇവരെന്താളും എന്തായാലും ഇവിടെ കിടക്കട്ടെ. നിങ്ങളിവിടെ നോട്ടാ, ജയിലിലായില്ലേ. ഞാൻ അടുത്ത എപ്പിസോഡ് 2 വരാം. അവിടെ കോല നോക്ക് ഗൈസ്, കരിഞ്ഞ് ഉണങ്ങി. അയ്യേ, നല്ല വെയിലുമാണ്. കരിമ്പ് ജ്യൂസ് കുടിക്കാന്ന് ചോദിച്ചു. ഇവിടെ മെഷീനിൽ കരിമ്പ് ജ്യൂസ് ഉണ്ട്. ഫുഡ് ഐറ്റംസ് എല്ലാം അത്യാവശ്യം ഉള്ളിലും കിട്ടുന്നുണ്ട്. എന്നിട്ട് ജ്യൂസ് കുടിക്കാം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഭയങ്കര രുചി അല്ലേ പ്രിയ? ഇന്നേ വരെ കുടിച്ച കരിമ്പ് ജ്യൂസിൽ ഏറ്റവും രുചിയല്ല കരിമ്പ് ജ്യൂസ് അല്ലേ? അതെ, ഇതാണ് ഇവിടുത്തെ ഫാൻ കേസ്. നല്ല പുകയുള്ള ഫാനാണ്. ഇതിന്റെ മുന്നൊക്കെ ചൂടുന്ന ഉപയോഗിക്കുന്ന ഫാനാണ്. ഈ കാറ്റത്തൊക്കെ നിൽക്കുമ്പോൾ സുഖല്ലേ. എല്ലാ സിനിമയിലും കാണുന്ന ടെമ്പിള്, അടിപൊളി ശിവ ടെമ്പിളിന്റെ അടുത്തേക്കാണ് അടുത്ത്. അപ്പൊ ഗൈസ് നമ്മളിവിടെ ഇപ്പോൾ ഇരിക്കുന്നത് വേറെ ഇല്ല, നമ്മുടെ സ്വന്തം ശിവലിംഗം ഇതാ ബാക്കിലുണ്ട്. ഇതിന്റെ മുന്നിൽ തന്നെ കൊണ്ട് ഇരിക്കുകയാണ്. സിനിമയിൽ കണ്ടിട്ടുണ്ടാവൂലേ ബാഹുബലിയിലെ? ഇത് പറയാനാ, അതിന്റെ മുന്നിലാണ് ഇപ്പൊ ഇരിക്കുന്നത്.
ഇത് ഫുള്ള് സെറ്റാ. ഇത് ശരിക്കുള്ള നല്ല ഫുള്ള് ചാട്ടപ്പുണ്ട് തന്നെ. ആ ബും ബും പറയുന്നുണ്ട് ഫുള്ളായിട്ട്. ആ ഫുള്ളുണ്ട്. ഓക്കെ, ഇത് കണ്ടോ മണി ഇവിടെ വല്ല ഫുൾ ആർട്ടിഫിഷ്യൽ. ഇതൊന്നും മണിയൊന്നല്ല, വെറും പ്ലാസ്റ്റിക്കിന്റെ സാധനം. നല്ല ഹോൾസ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാറ്റിന് ഇറങ്ങി വരുന്നത്. അടക്കി പിടിച്ച് ഇവിടെ നിൽക്കാണ്. പ്രിയനെ കുത്തം വന്ന കേസ് ഇവിടെ ഒരു രക്ഷയില്ല. ഓ, എന്റെ അടുത്ത് തളർന്നു പോയി. എന്ത് കാട്ടുപോത്താ എന്നിട്ട് എന്താ? അതിലും വലിയ കാട്ടുപോത്തിന് മേക്കുന്ന എന്റെ അടുത്താ ഈ കാട്ടുപോത്ത്. വീട്ടിലേക്ക് തന്നെ വരേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ. ഞാൻ വരുന്നില്ല. എന്നെയും കൂടി ഇവിടെ ഇങ്ങനെ സ്റ്റാച്ചു ആക്കിട്ട് നിർത്താൻ പോവേന്. ചിക്കു എന്താ സാധനം നിങ്ങളുടെ ഏരിയ? അങ്ങനെ ഇവിടെ നമ്മൾ 2 ബിരിയാണി ഫുഡിന് ഓർഡർ ആക്കിയിട്ടുണ്ട്. 350 രൂപ ബിരിയാണിക്ക് 2 ബിരിയാണി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡിന് ടൈമായി. നമ്മളത് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? ഇവിടുത്തെ പൊറോട്ടയാണ് കാണുന്നത്. വലിയൊരു പ്ലേറ്റിലാണ് പൊറോട്ട കൊടുക്കുന്നത്. ഞാൻ അവിടെ ഫാമിലി ഇരുന്ന് കഴിക്കുന്നത് കണ്ടിരുന്നത്. അങ്ങനെ ഗായ്സ് ഇത് പ്രിയനെ ഇവിടെ സിനിമയിലെടുത്ത് കഴിഞ്ഞ് ഗായ്സ് ഇവിടെ നല്ല ഭംഗിയിൽ ഷൂട്ടിങ്ങിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇതാ തലയും കാലും അറ്റുപോയ നമ്മുടെ പൽഗാവ് ദേവന്റെ ശിലയുടെ മുന്നിൽ പ്രിയ. ഇവിടെ വന്ന് ഏറ്റവും കാണാനുള്ളത് തന്നെ ഗൈസ് ബാഹുബലിൻ്റെ സംഭവങ്ങളിതാ. മറ്റേ വേറൊരു യുദ്ധത്തിന് ഉപയോഗിച്ചൊരു സാമാനത. ഒന്ന് കറക്കി വിടറി. ആ കറക്കിക്കോ. ഇതാണ് സാധനം. ചിക്കോ നോടിക്കുക. ഇതിൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ട് അല്ലേ? ബുള്ളറ്റ് വണ്ടി. ആ അത് ബുള്ളറ്റ് ടാങ്കല്ലേ ആണത്. അതാണ് എൻ്റെ എൻജിൻ. ആ വണ്ടി ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഗായ്സ് എന്താ വേണ്ടേ? പ്രിയയുടെ എന്റെ കട്ടപ്പ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നെ. എന്ത് തള ഇവിടെ ഒന്നുമില്ല, ആരുമില്ല ഗൈസ്. ഇവിടെ ചോക്ലേറ്റ് നിൽക്കുന്നുണ്ട് കട്ടപ്പ. തലയല്ല, സുനയാണ് വെട്ടണത്. ഹോട്ട് സീറ്റിലെ പ്രിയത്രയും നേരിടുന്നത്. നല്ല ചൂടുണ്ട് ഇവിടെ. റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാ നമ്മളെ താവളത്തിലെത്തിയിരുന്നു പ്രിയ. ഇതാ അമ്പ് ചെയ്ത മിഷൻ, ഭയങ്കര വലിയ മിഷൻ. എടി നീയാന്ന് വെച്ചിട്ട് അവിടെ ഒരു ബിംബത്തിനെ പോയിട്ട് ചീക്കു അമ്മയെന്ന് വിളിച്ചിട്ട് നിൽക്കായിരുന്നു. കണ്ണ് കാണുന്നില്ല, കുട്ടിയുടെ കണ്ണ് കാഴ്ച പോയിരിക്കണു. ഞാൻ മുന്നേ പോയിരിക്കട്ടെ. അങ്ങനെ കഴിച്ച് നമ്മുടെ ഡ്രൈവർ അത് അവിടെ എത്തി. കുറെ ചിക്കൻ കറിയെല്ലാം കൊണ്ടുവന്നേ. എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മത്താക്കാൻ്റെ ഒരു സെറ്റിലോട്ടാണ് നമ്മൾ കയറുന്നത്. മത്താക്ക ഫിലിം. ഒരു അമ്മയും മോളും മേലെ കയറിയിരിക്കുന്നത് എന്നെ കൂട്ടാണ്ട്. എന്താ സ്ഥലത്ത് ഫുള്ള് സെറ്റാണല്ലോ, ഒന്നും പെർമനന്റ് അല്ല. ഇതിന്റെ മേലേക്ക് നോക്കൂ, കംപ്ലീറ്റ് കയറായിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ട് എല്ലാം. കാണുമ്പോൾ എന്തായാലും ഈ പടം ഷൂട്ട് ചെയ്ത പാട്ട് ഇത് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിൽ തന്നെ. ഈ സ്ഥലമൊക്കെ ഇവിടെയാണ്. അടിപൊളിയല്ലേ? അവിടെ കുറച്ച് ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത്രയും ഗെയിമുകളുണ്ട്. ഇതോ ഇങ്ങനെ പോകുന്ന സാധനങ്ങൾ. ഇനെന്തോ പറയുക അതന്നെ. പിന്നെ വണ്ടിയുണ്ട്, നമ്മളെ ദുബായിൽ നിന്നൊക്കെ ഓടിക്കുന്ന ടൈപ്പ് മട്ട്. ഇതിൻ്റെ ബോർഡിൽ ഇങ്ങനെ പോയിട്ട് തുനിയാവുന്നത്. ഇതിന് എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ട് എന്ന് എൻ്റെ ഓർമ്മ അല്ലേ? അങ്ങനെതാ ഈ വണ്ടിയിൽ നമുക്കിവിടെ കറങ്ങാനുള്ളൊരു അവസരം കൂടിയുണ്ട്. ഇതിൽ പോവാം. ഇതിൽ കയറിപ്പോയാലോ പറയാന്നാൽ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഉദയനാട് താരം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലോട്ട് എത്തിക്കാനില്ല. ഉദയനാട് താരം ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലോട്ട് ഞെട്ട് കണ്ട ഞാൻ. അമറക്പനക്തോണി ഉദയനാട് താരം ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉദയനാട് താരം സിനിമയിലെ ഷൂട്ടിങ്ങിൽ എടുത്തിട്ടുള്ള വീട്ടിലാണ്. ഇതും കണ്ടറിയാൻ പറ്റും. തൊട്ടടുത്തുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്, അതും സെയിം അതുപോലെ തന്നെ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ഭാവനേനെ ചാടുന്നതും മറ്റേ ശ്രീനിവാസേട്ടൻ വന്നിട്ട് നിന്ന് നോക്കുന്ന രംഗമുണ്ടല്ലോ, അതെല്ലാം ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടില്ല അവിടെ നിന്നാണ്. ഓ, ഇത് കാണുമ്പോൾ ഒരു ഫീൽ ഇല്ലേ, പണ്ടത്തെ കാലത്തേക്ക് എത്തിപ്പോയില്ലേ. നമ്മള് ശ്രീനിവാസേട്ടൻ മേലെ നോക്കിയിട്ട് താഴേക്ക് വീഴുന്ന ഭാവന ചാടുമ്പോൾ രംഗം ഷൂട്ട് ചെയ്ത സ്ഥലം. പാവ്, ഇതെല്ലാം എത്ര നമ്മുടെ സിനിമകളിൽ കണ്ട സ്ഥലം അത്. അതുപോലെ ടെലിഫോൺ ബൂത്തിലെ ചീക്കോ, ആ ചെറു ബൂത്തിലൊക്കെ കണ്ടതാ. ഇവിടെ ഒരു നടി ഇരിക്കുന്നുണ്ട്, ഏതോ ഒരു ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ള നടിയെന്ന് തോന്നുന്നു. നടി നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ. ഇനി എന്തോ എന്നറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ എന്തോ പെർഫോമൻസ് ഉണ്ട്, അതൊന്ന് കയറി കണ്ടോക്കാം. ഇതിലിങ്ങനെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ട്. സ്പൈഡർമാൻ ഉണ്ട് ഇവിടെ, ബാറ്റ്മാൻ ഉണ്ട്, സൂപ്പർമാൻ ഉണ്ട്, താഴെ ഒന്നിനും പറ്റാത്തൊരു ഗേളും ഉണ്ട്. ഇതാ അങ്ങനെ എൻട്രി ചെയ്യാണ് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ അവതാർ കളിക്കുന്ന കളിയുണ്ട.
ഈ കളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചെങ്ങായി കളിക്കുന്നതാണത്, അതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കളിക്കാം. സെൻസർ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് പടം എടുക്കുന്നത്. ഇതൊക്കെ ഇവിടെ എടുത്ത പടങ്ങൾ നമ്മുടെ ഷാറുഖ് ഖാന്റെ പടം ഉണ്ടോ അതിന്റെ കൂടെ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ട ദൃശ്യം അത് നമ്മളൊരു പുഴയുടെ സൈഡിൽ കൂടെ പോകും പോലെ. വാ, ഫ്രീ നിൽക്കുന്ന നോക്കി ഗൈസ്, എന്നെ ക്യാമറയും മുടി ഞാൻ നിൽക്കുന്നതാ. ഫ്രീയും ചീക്കുന്നൊക്കെ നോക്ക്. വാ, ഞാൻ എൻ്റെ ഫോണിൽ ഞാനൊന്ന് പുഴയിലോട്ട് ഏന്തിയിട്ട് ഞാൻ കാണിച്ചതാ. അങ്ങനെ ചീക്കു ലൈസ് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ഗൈസ്. കൂൾ ജംഗ്ഷനിൽ ലെമണ്, ബട്ടർ മിൽക്ക്, കലാക്കട്ട്, ലൈസിലോട്ട് പോയി. ഇവിടെ നിന്ന് ബട്ടർ മിൽക്ക് എന്നിട്ട് കിട്ടി എന്താ പറയുക, തൈരിൽ ജീരക ഇട്ടിട്ടുള്ള വെള്ളം അല്ലേ പ്രിയ? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇന്ന് നെക്സ്റ്റ് എയർപോർട്ടാണ്. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ രാമോജി ഫിലിം സിറ്റിൻ്റെ എയർപോർട്ടാണ്. എയർപോർട്ട് ഇതാ, അങ്ങനെ ഇതാ എയർപോർട്ടിലോട്ട് എത്തിക്കിയിട്ടുണ്ട്. എയർപോർട്ടിന് ഇറങ്ങുന്ന സ്ഥലം കണ്ട, എത്രയോ സിനിമകളിലെ എയർപോർട്ടായിട്ട് ഉപയോഗിച്ച സ്ഥലം. നമ്മളെ കൊച്ചി എയർപോർട്ടൊക്കെ പോലെ ഉണ്ടാവും, കോഴിക്കോടൊക്കെ പോലെ. ഇതിന് മുന്നേ നല്ല വ്യൂ എടുത്തരാം. എൻട്രൻസ്. ഓ, ഇങ്ങനെയാണ് ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ഇല്ല, എന്നാൽ ഉള്ളിലേക്ക് നോക്കാം. ഇവിടെയൊക്കെ രസമുണ്ട് കേട്ടോ ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഗേറ്റ് 1, ഗേറ്റ് 2 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എയർ ഇന്ത്യൻ്റെ ചിത്രമൊക്കെ ഉണ്ട് ഇവിടെ. ഡിപ്പാച്ചർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ബോർഡിംഗ് പോയിന്റ് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ വെയിറ്റിംഗ് ആണ്. എന്ത് ഫ്ലൈറ്റാടേ, മര ഫ്ലൈറ്റാ. അങ്ങനെ അതൊരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. സൈഡ് സീറ്റ് വേണോ? നിർബന്ധ, ചൂടെടുക്കണ്ട, ക്ലാസ് ഓർന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി വിളിച്ചിരുന്നുണ്ട്. എൻ്റെ ഫിലിംസ് ബാഗേജ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതും ഷൂട്ടിന് ഉപയോഗിക്കുന്ന ഒരു ഫ്ലൈറ്റുകളിലൊന്നാണ്. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ബിങ്കോ തിന്നോട് നടക്കുക ചീക്കോ. ബാ, എയർപോർട്ടിന്റെ ഔട്ട്സൈഡ് വ്യൂ ആണത്. ഇതെല്ലാം KGF ഗരുഡ എൻട്രി സീനൊക്കെ നടന്ന സ്ഥലങ്ങളാണെന്ന് പറയുന്നത്. ഓരോ സ്ഥലങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. ചന്ദ്രമുഖി മൂവി ഇതൊക്കെയോ അടിച്ചു കിടക്കുന്നുണ്ട്. അക്ബർ അന്തോണിയൊക്കെ എടുത്ത് ഇതല്ലേ ഏതോ പുരാതന കാലത്തെ സിനിമ എടുത്ത സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. എടി, നമ്മള് മൈസൂര് കണ്ട വൃന്ദാവൻ ഗാർഡൻ പോലത് അല്ലേ? സെയിം അല്ലേ? നോക്കില്ലേ? നമ്മൾ പോകുന്നത് ജാപ്പനീസ് ഗാർഡനിലോട്ടാണ്. ജപ്പാനിൽ മാത്രം കണ്ടുവരുന്നൊരു തരം ഗാർഡനാണ്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ജപ്പാൻ്റെ മണമൊക്കെ ഉണ്ട്. നിങ്ങൾ ചോദിക്കൂ, ഞാൻ പണ്ടപ്പോ ജപ്പാനിൽ പോയേ? അതങ്ങനെയൊക്കെ അല്ലേ ജപ്പാനിൽ പോവാ. അതിലുള്ള കയറിയപ്പോലെ ഒരു ഫീൽ കണ്ട. ആ മ്യൂസിക്കൊക്കെ വന്ന് ജപ്പാൻ മ്യൂസിക്, മെയ്ഡ് ഇൻ ജപ്പാൻ. അങ്ങനെ ക്ഷീണം മാറി ചീക്കും പ്രിയും ഇവിടെ എത്തിക്കേണ്ടത്. അങ്ങനെ ഒരു ജപ്പാൻ എന്തോന്നായിരുന്നു, ജപ്പാനിലെത്തി. പ്രിയ ജപ്പാനിലെത്തിയാ? ഞാൻ അടുത്തൊരു എന്തോ ഒരു സുനയുണ്ട് ഇവിടെ മുന്നിൽ. മായാലോക് അത് നമ്മൾ കയറാൻ പോകുന്നത്. മായാലോക് ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കണ്ടോക്കാം. ശരി, എനിക്കൊന്നൊരു തിയേറ്റർ തന്നെയാണ് മായാലോക് എന്നിട്ടുള്ളിൽ കയറുന്നത്. ഓ, എന്ത് പണ്ടാരം കണ്ടിട്ട് മെല്ലെ തുടങ്ങിയാൽ മതി പരിപാടി. നല്ല തണുപ്പുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. ഇതിനുള്ളിൽ ഏതെല്ലാം പടങ്ങൾ എടുത്തതിനെ കാണിച്ചിരുന്നല്ലേ? ഒരുപാട് പടങ്ങളുണ്ട്. സ്റ്റലാറിലതാ കാണിക്കുന്നുണ്ട്. എങ്ങനെ ഡിസൈൻ ചെയ്ത് എങ്ങനെയെല്ലാം എടുത്തത് എല്ലാം കാണിച്ചിരുന്നുണ്ട്. ജാപ്പനീസ് കഫേന്ന് ഫുഡ് അടിക്കാൻ പോവാം. ഒണിയൻ ചീസ് ബ്രെഡ്, പിസ്സ ബ്രെഡ് റോൾ, പിന്നെ നമ്മളൊരു ജിഞ്ചർ ചിക്കൻ എടുത്തിട്ടുണ്ട്. പല ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ട്. ഒരു പ്രധാന വെജിറ്റേറിയൻ സെറ്റാണ് പറയാം. കഴിവത് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഗൂഗിൾ പേ ഒഴിവാക്കാം. കാരണം എന്ന് പറഞ്ഞാൽ പകുതിയിലവിടെ നിൽക്കൂലേ ഗൂഗിൾ പേ. കുഴപ്പമില്ല. ബട്ടർഫ്ലൈ ശരിക്കും ഇതായി ഗാർഡൻ്റെ ഉള്ളിലാണ് ബട്ടർഫ്ലൈ ഉള്ളത്. അതാണ് ഇങ്ങനെ മൂടിയൊക്കെ വെച്ചിട്ടുള്ളത്. ഇതാ നമ്മളെ വീട്ടിലുള്ള അത്രയൊന്നുമില്ല, പക്ഷെ എന്നാലും വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ അധികം ഒന്നും ഇല്ല അല്ലേ? ഒരു കുട്ടി ഇടുന്നൊരു ബട്ടർഫ്ലൈനെ പിടിക്കാൻ നിന്ന് ചീക്കുട്ടി തന്നെ വല്ല ഓടിച്ചു പോകാൻ അല്ലേ? ആ, ചെക്കൻ പിടിക്കാൻ പോയേനെ. ഗൈസ്, ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തരും. കിളികൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എടുത്തരും സ്റ്റൈലില്. വാവ്, ഈ ഫോട്ടോ നമുക്ക് മേലെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ അടിപൊളി ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട്. ഇരുന്ന് എനിക്കാൻ തോന്നുന്നു അല്ലേ? അത്രയും സുഖം ഇവിടെ ഇരിക്കുക. എന്നാ ബാ, എമുവിന്റെ മുട്ട കണ്ടോ തോന്നുന്നു തന്നെ? ഏതാ? എമു. ഹായ്, ഹലോ എമൂസ്. ഈ ഒരു മുട്ട പുഴുങ്ങി തിന്നാലോ നമുക്ക്?
ഇത് എല്ലാ സ്ഥലത്തുള്ള സംഭവമാണ്. ഇപ്പൊ കേട്ടിട്ട് തണുപ്പുണ്ടോ? അങ്ങനെ ഒരു അടിപൊളി ബുദ്ധന്റെ ഒരു തലയും സ്റ്റാച്യു പോലത്തെ ഒരു സാധനം ഉണ്ട് ഇവിടെ. അതിൻ്റെ അടുത്ത് ഇരിക്കുന്നൊരു ബുദ്ധ പോലത്തെ പെണ്ണുണ്ട്. ബുദ്ധിമതിയായ ബുദ്ധന്റെ തലയുണ്ട്. ബുദ്ധിയില്ലാത്ത പ്രിയുണ്ട് ഇവിടെ. അടുത്ത ബുദ്ധിയില്ലാത്ത കുട്ടിയും ബുദ്ധനും. ഇനി കയറിക്കോ. ആ മുട്ടി വിളംബരം നടത്തി ഇനി കയറിക്കോ. ശരിക്കും ഒരു ബുദ്ധന്റെ ക്ഷേത്രത്തിൽ പോകുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ഉള്ളത് ഒരുപാട് ബുദ്ധന്മാരുണ്ട് ഇവിടെ. നല്ല ഫീലുണ്ട്. ഇതിനപ്പുറം ഇവിടെ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണാം. ഒരു നാഗം ഇവിടെ. എന്താ ഭയങ്കര പേടിപ്പിക്കുന്നില്ല ജീക്കോ? പേടിയില്ലേ? അയ്യേ. ഓക്കെ ഗായ്സ്, നമ്മളിവിടുന്ന് കുറച്ച് നമ്മളെ ഫാൻസിന്. എവിടെയാ? നാടെവിടെയാ? കാസർഗോഡ്. ഓക്കെ, വടകര. നമ്മള് ഒരാളിവിടെ കളിക്കുന്ന നോക്ക് വെള്ളത്തില്. മതിരി വാ പ്രിയ. നെക്സ്റ്റ് മൂവി മാജിക് അല്ലേ? റൈറ്റ് ആണ് ഇതല്ലേ പ്രിയ? ഒരു ട്രെയിനിൽ പോയിട്ട് ഉള്ളത് സംഗതികളൊക്കെ ഒന്ന് കാണാം. ട്രെയിനിലൂടെ വന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞു കൈ എന്തെല്ലോ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മോ, ഒരു ലോകം തന്നെ അല്ലേ പ്രിയ ഇതിൻ്റെ ഉള്ളില്? വാവ്, ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് കുറെ ആൾക്കാര്. അറബി ഉണ്ട്, ഒട്ടകുണ്ട്. ഇനി മാധവൻ നായർ ഉണ്ടോന്ന് അറിയില്ല. എവിടെ ഉണ്ട്? വാവ്, അടിപൊളി. മിസ്സായി പോയതന്നെ അല്ലേ നമ്മള് കേറാതെ? അവിടെ ഒരു സിക്ക് ഉണ്ട്. ഇത് നമ്മൾ അന്ന് പോയി കണ്ടിരുന്നു. ഒരു ബിൽഡിംഗ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് ഇതിന്റെ ഉള്ളില്. ഇതൊരു അടിപൊളി സംഗതിയാണ്. ഇതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. നല്ല രസമുണ്ടല്ലേ? വാവ്, നമ്മളെ മഞ്ഞുള്ള സ്ഥലം. രക്ഷയില്ല. ഐറ്റംസ് അറിയോ? ഒരു കല്യാണ പരിപാടിയൊക്കെ ഇവിടെ ഫുള്ള് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. ആ ക്യൂട്ട്, ഒരു രക്ഷയില്ലല്ലേ പ്രിയ? അതായത് ബിംബങ്ങളൊക്കെ. അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത അടിപൊളി പരിപാടി അല്ലേ? മിസ് ചെയ്യണ്ട. ഇതിലേക്ക് കയറിക്കോ. സ്റ്റെപ്പ്. ഇത് സ്റ്റെപ്പല്ല. ഇത് വെറും മതിലായി മാറിയില്ലേ ജീക്കോ? പറ്റില്ല. അതാണ് അതിന്റെ രസം. വാവ്, പൊളി. പറ്റൂല. ഇത് സത്യം പറഞ്ഞാൽ ഗൈസ്, ഇത് അവിടെ ഒരു അടിപൊളി സംഭവമാണ്. എക്സ്പീരിയൻസ് അല്ല. ഞങ്ങളിത് മലേഷ്യയിലും തായ്ലാൻഡിലൊക്കെ പോയ ടൈമിൽ ഇങ്ങനത്തെ സ്റ്റണ്ട് ഫൈറ്റ്സുകൾ നമുക്ക് നേരിട്ട് സ്റ്റണ്ട് ഫൈറ്റ് ശരിയായ എഫക്റ്റോട് ആ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുന്നത്, അതുപോലെ ബോംബ് പൊട്ടുന്നതൊക്കെ അറ്റ് ദ മൊമെന്റ് അവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അതാണ് രസം. ഇത് നമുക്ക് ലൈവായിട്ട് കാണാം എങ്ങനെയാണ് ഒരു ഫിലിമിൽ ഈ സ്റ്റണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്കുള്ളത്. ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ട് കേൾക്കേണ്ട അടിപൊളി സംഭവമാണ്. കുട്ടികൾക്കെല്ലാം അപ്പുറം ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഗെയിംസ് നമ്മൾ ലാസ്റ്റാണ് സത്യം കാണുന്നത്. ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ചീക്കുവിന് ഇപ്പോൾ ഒരു പൂഞ്ഞാലയിൽ കയറണം എന്നിട്ടാണ് ഓടുന്നത്. ചീക്കുവിന് അവിടെ ആകാശത്തേക്ക് കയറ്റി വിടാൻ പോവാണ്. ബൈ ബൈ. വാവ്, എന്താ ചേക്കും അഭിപ്രായം? ഗൈസ്, ഒരാൾ ആഗ്രഹിച്ചു വന്ന എനിക്ക് ഇതിൽ കയറണം എന്നിട്ട് നോക്ക് കളിക്കുന്നിപ്പോ. എങ്ങനെയുണ്ട് പ്രിയ? അതിന്റെ പൂതി മതിയാവണോ? എങ്ങനെയുണ്ട്? മതിയാ? ഇനി വേണ്ട? ചീക്കുന്റെ പൂതി എട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിന്റെ മേലെ കയറാൻ വേണ്ടിട്ട്. ഇപ്പൊ നമുക്ക് മിണ്ടുന്നില്ല. കഴിഞ്ഞ് എല്ലാം തീർന്ന്. എന്താ അഭിപ്രായം പറഞ്ഞ? ആരെ അഭിപ്രായ പ്രകാരം ഇത് കേറിയത്? ആരെ നിർബന്ധിച്ചിട്ടാ കേറിയത്? ഞാൻ കാലറേ കിടന്നിട്ട് DJ പരിപാടി ഉണ്ട്. നെക്സ്റ്റ് പ്രോഗ്രാമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാറില് നല്ല അടിപൊളിയായിട്ട് പാർലമെന്റിൽ പ്രോഗ്രാമിൽ ഇവിടെ നടക്കുന്നത്. ഈഫിൾ ടവർ ഒക്കെ ഉണ്ട് ഇവിടെ അല്ലേ? 9 മണി വരെ ഉണ്ട് പരിപാടി നടക്കുന്നുണ്ട്. പൂമ്പാറ്റ എങ്ങനെയാണെന്നല്ലേ? അടുത്ത നമ്മളൊരു നാടകീയമായ സാധനം, വേറൊരു സംഭവം നടക്കുന്നുണ്ട് ഇവിടെ.
അങ്ങനെ ഇതാ ഒരു നാവിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയത്. എന്താണ് ഇത് സാധനം? പൂതത്തിന്റെ വായന്റെ ഉള്ളിൽ ഇറങ്ങിയിരുന്നു നിങ്ങള്. അമ്മോ ചീക്കോ, വാ, പൂതത്തിന്റെ വായന്റെ ഉള്ള ഒരു 10 കൊല്ലം മുന്നേ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കിടലം ഫോട്ടോ എടുത്തിരുന്നത്. അന്ന് പിന്നെ എവിടെയും പോസ്റ്റ് ചെയ്യാത്തതിനെ കൊണ്ട് അത് നമ്മള് എവിടെയും കാണാനുമില്ല. ആ ഫോണിൽ എവിടെയും ആയിപ്പോയി. പിന്നെ കിട്ടിയ ഗിന്നസ് റെക്കോർഡാണ് കാണുന്നത്. ഗിന്നസ് സമോജി ഫിലിം സിറ്റിന്ന് നോക്കൂ. ഫുള്ള് ലൈറ്റ് ചെയ്ത എല്ലാ ഫിലിമുകളുടെ കട്ടൗട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒന്നും വിടാതെ എല്ലാ ഫിലിമിന്റെ കട്ടൗട്ട്. KGF ഉണ്ട്, സുൽത്താൻ ഉണ്ട്, ടൈഗർ ഉണ്ട്. ഇപ്പൊ തീരില്ല, എന്നാലും ബാക്കി കുറെ ഒഴിവാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വെറും ഒരു ഊഞ്ഞാലല്ല. ഈ ഊഞ്ഞാലിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഊഞ്ഞാലിന്റെ മേലെ ഒരു പൂമ്പാറ്റി ഇരിക്കുന്നു. നമ്മളാടുമ്പോ പൂമ്പാറ്റി എന്താ ഇങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഡ്രാമെല്ലാം കഴിഞ്ഞ് ബസ് തിരിച്ചു കിട്ടിയിട്ടുണ്ട് നമുക്ക്. ശീകോ ഐസ്ക്രീം അടിച്ച് ബൈ. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ കുഞ്ഞു ഹൃദയം തരാൻ മറക്കല്ലേ.